നമസ്കാരം, എല്ലാവർക്കും എൻഫോർടെല്ലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ പ്ലാവിൻ്റെയും ചക്കയുടെയും മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് തൻ്റെ 5 ഏക്കറോളം വരുന്ന റബ്ബർ കൃഷി മുഴുവനും നശിപ്പിച്ച് കളഞ്ഞ് അവിടെ 400-ലധികം വരുന്ന വെറൈറ്റി തേനൂറുന്ന മധുരമുള്ള ചക്കകൾ നട്ട്, പ്ലാവുകൾ നട്ട് വളർത്തി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും അതുപോലെ തന്നെ ഏഷ്യൻ റെക്കോർഡ്സും കരസ്ഥമാക്കിയ തോമസ് ചേട്ടൻ്റെ ജാക്ക് ഫ്രൂട്ട് ഫാമിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. പ്ലാവ് വളർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ കർഷകർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു വീഡിയോ ആണിത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. ഏതാണ്? ആഞ്ഞിലിൽ പ്ലാവ് ബഡ് ചെയ്തിട്ടുണ്ട്. അതെയാ, അത് കാണണമല്ലോ. വളമിടുമ്പോൾ എന്നാണെന്നറിയാമോ, കുളിച്ചിട്ട് കൈനഖം വെട്ടുന്ന പോലെ ഇതിൻ്റെ കോശങ്ങൾ അങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ ബാക്ടീരിയയുടെ വചന ഭാഗം കൊണ്ട് ഇതിനെ ആക്രമിക്കാൻ എളുപ്പമാവും. അതുകൊണ്ടാണ് വളമിടരുതെന്ന് പറയുന്നത്. ഇത് നാച്ചുറലായിട്ടുള്ള വളർച്ചയാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചാണകവും പുല്ലും മാത്രം വലിച്ചെടുക്കുന്നതുകൊണ്ട് സാവകാശം വളർന്നിങ്ങനെ പോകുന്ന ഇടയ്ക്ക് നിർത്തുന്നുമില്ല, ബ്രേക്കൊന്നുമില്ല, അങ്ങ് വളർന്നുകൊണ്ടേയിരിക്കും. ആ സ്ഥാനത്ത് നമ്മൾ രാസവളമോ അതുപോലെയുള്ളത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് കഴിച്ചാൽ പെട്ടെന്നൊരു ഉത്തേജനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിച്ചില്ലേ ഇങ്ങനെ ഡൗൺ ആകല്ലേ. ഇതങ്ങനെ ഡൗൺ ആകത്തില്ല, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഈ പ്ലാവ് നട്ടു കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്ലാവ് നമുക്ക് നമ്മുടെ ഒരു പൊക്കം ലിമിറ്റ് ചെയ്താൽ നമുക്ക് ചക്ക നിലത്തുനിന്ന് പറിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്നത് കൈ എത്തുന്ന ഹൈറ്റ് ചെല്ലുമ്പോൾ കൂമ്പുഞ്ഞുള്ളണം. അല്ലെങ്കിൽ മുകളിലോട്ട് ചെയ്തിട്ട് മുകളിൽ ചക്കയെല്ലാം കായ്ച്ചിട്ട് നേരെ ഒടിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് വെട്ടിക്കളയുമ്പോൾ അതിന് ക്ഷീണം തട്ടും. ഇതുണ്ട്, ഇതിൻ്റെ ഒരു ഇല പോലും അറുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് നല്ല കൊഴുത്ത് ആർത്ത് നിൽക്കല്ലേ. ഇതുപോലെയാണ് വൃക്ഷം നിൽക്കേണ്ടത്. അപ്പോൾ ഇത് കമ്പോഡിയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇച്ചിരി വളരും. കാരണം ഇത് 2 കൊല്ലം ആയപ്പോഴത്തേനും ഇതുപോലെ വളർന്നു. നല്ല ചക്കയ്ക്കും വലിപ്പമുണ്ട്, പ്ലാവിന് നല്ല തൻ്റെ ഇടമുണ്ട്. വിയറ്റ്നാം എർലി പോലെയല്ല കേട്ടോ, ഇതിൻ്റെ കമ്പൊന്നും ഒടിയത്തില്ല. ഇതിൻ്റെ ചക്ക ബാലൻസ് ചെയ്ത് കായ്ക്കുന്നതുകൊണ്ട് എത്ര ചക്ക കായ്ച്ചാലും ഇത് താങ്ങി നിന്നോളും. അത് നമുക്ക് താഴെ കായ്ച്ചു കിടക്കുന്നതൊക്കെ കാണാം. പിന്നെ ഇത് കൂമ്പിനുള്ളുന്ന ഒരു രീതിയുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ പ്ലാവിൻ്റെ ഇതൊരു തായ് മുകളിലോട്ട് വരുന്നതാണ്. ഇതങ്ങ് ഞുള്ളി ഇവിടെ വെച്ച് ഞുള്ളി കഴിയുമ്പോഴും കണ്ടോ ഇങ്ങനെ ശിഖരങ്ങൾ വീണ്ടും അങ്ങനെ അങ്ങ് പൊങ്ങും. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ചായ്ക്കുകയാണ്. ഇതേ രീതിയിൽ ചായ്ച്ചു കണ്ടോ, ഇങ്ങനെ അങ്ങ് ചായ്ച്ചു വിടുകയാണ്. അപ്പോൾ ഭൂമിക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ചായ്ച്ചങ്ങ് വിടാം. അത് കാണാൻ വലിയ നന്നായിരിക്കും. സാർ, അത് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. തായ്തടിയിൽ നിന്ന് വരുന്ന ആ ഒരു ഇതാണോ നമ്മൾ നുള്ളിക്കളയുന്നത്? അതെ, അതാണ് ഉള്ളേണ്ടത്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചായച്ച് വിട്ടാൽ മതിയോ? ചായച്ചിട്ട് നമുക്ക് എന്നതേലും ഒരു ചെറിയ വെയിറ്റ് വല്ലോ, കുഞ്ഞു കല്ലോ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ചെറിയ കുഞ്ഞു കുപ്പി എന്നതേലും ഇത് ഒടിയാതെ എത്തിയ രീതിയിൽ ഇപ്പം നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ വിടുന്ന ആ രീതിയിൽ അങ്ങ് പോകും. അപ്പോൾ ഇത് വളരാനുള്ള ടെൻഡൻസി ഉള്ളത് കണ്ടല്ലോ. ഇത് മുകളിലോട്ട് വളരുന്നത് നമ്മളിങ്ങനെ വശത്തോട്ടാക്കി വിടുകയാണ്, ഭൂമിക്ക് സമാന്തരമായിട്ട് വിടുകയാണ്. അപ്പോൾ നമുക്ക് ചക്ക പറിക്കാൻ നേരത്തെ തലമുട്ടാതെ ഇതിൻ്റെ കീഴോടെ പോകാവുന്നൊരു ഹൈറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ പ്ലാവും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ ചുരുങ്ങിയ സ്ഥലത്ത് നമുക്കിതിനെ എത്തുന്ന രീതിയിൽ ഫ്രൂട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. അതെ. പിന്നെ തന്നെയുമല്ല, ഇതിൻ്റെ വേറൊരു ഗുണമുണ്ട്. പിന്നെ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്നതിൻ്റെ താഴെ നമുക്കിതിനെ ലിമിറ്റ് ചെയ്ത് അവിടുത്തെ മുട്ടാത്ത രീതിയിൽ ആദ്യം മുതൽ കൺട്രോൾ ചെയ്ത് വിടാനും കൂടെ അത് സഹായിക്കും. അതുകൊണ്ട് വലിയ പവർ ലൈനൊക്കെ പോകുന്നതിൻ്റെ കീഴേ നമുക്ക് പ്ലാവ് നടുമ്പോൾ ഇങ്ങനെ ചെയ്യണം, പൊക്കി വിടരുത്. ആദ്യം മുതൽ നമുക്ക് ഇവരെ നിയന്ത്രിച്ചങ്ങ് വിടാം. അപ്പം അങ്ങനെയും കൂടി ചെയ്യാൻ പറ്റും. കമ്പോഡിയൻ എന്നുള്ള വെറൈറ്റി 2 വർഷമാകുമ്പോൾ ചക്ക ലഭിച്ചു തുടങ്ങും. നന്നായിട്ട് നമ്മൾ ശുശ്രൂഷിക്കാൻ ഒരു കാര്യം മാത്രം മതി. ആടിൻ്റെയോ പശുവിൻ്റെയോ എരുമയുടെയോ ചാണകം ഉണങ്ങിയ പൊടി തൈ നടുമ്പം 1 കൊട്ടയോ 2 കൊട്ടയോ അതിൻ്റെ ചോട് ചേർത്തിട്ടിട്ട് മണ്ണിട്ട് മൂടുന്നു. അതിന് ശേഷം പുല്ല് പറിച്ച് വട്ടത്തിലിടും.
ഇത്രയും ക്യാപ്പ് ഇട്ടിട്ട് അതിന് പുറമേയാണ് പുല്ലിടേണ്ടത്. കാരണം മുട്ടിച്ചിട്ടാൽ ഫംഗസ് ബാധിക്കരുത്. അതുകൊണ്ടാണ് ഇത്രയും ക്യാപ്പ് ഇടണമെന്ന് പറയുന്നത് തയ്യൽ. അപ്പോൾ നടുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 1.5 അടി കുഴി കുത്തിയിട്ട് കുഴിക്കകത്തൊന്നും ഇടാതെ ആ കുഴി മൂടി നിരപ്പാക്കണം. കുഴി കല്ലുണ്ടെ മെറുക്കി കളയാൻ മാത്രമാണ് 1.5 അടി കുഴി കുത്തുന്നത്. എന്നുവെച്ചാൽ അതേ മണ്ണിട്ട് അങ്ങ് മൂടണം. അതിനകത്ത് വളമൊന്നും ചേർക്കേണ്ടതില്ല. എന്നിട്ട് തയ്യടെ ഒട്ടിച്ച വശം വടക്ക് വശത്തോട്ട് തിരിച്ച് അതിൻ്റെ മുകളിൽ ചുമ്മാ വയ്ക്കുക, കുഴി കുത്താതെ. അതിനുശേഷം കൂട് കീറി അങ്ങ് കളയണം. കൂട് കീറി കളഞ്ഞ ശേഷം ചാണകപ്പൊടി ഈ കൂടയിലോട്ട് മുട്ടിച്ചിങ്ങനെ ഒരു ചേനയോടൽ പോലെ അല്ലെങ്കിൽ കപ്പയോടൽ പോലെ ഇങ്ങനെ അങ്ങ് ഇടണം, ഒരു 2 കൊട്ട ചാണകപ്പൊടി. എന്നിട്ട് നമ്മൾ മണ്ണിട്ട് മൂടിക്കഴിയുമ്പോൾ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്താൽ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം ദൂരോട്ട് പോകാനാണ് ഇത്രയും ചെയ്യുന്നത്. ഇതിന് ശേഷമാണ് പുല്ല് പറിച്ചിടേണ്ടത്. പുല്ല് പറിച്ചിടുമ്പോൾ ഇത്രയും ചോട്ടേന്ന് ക്യാപ്പ് ഇട്ടുകൊണ്ട് അതിന് പുറമേ കൂടിയാണ് പുല്ലിടേണ്ടത്. ഏത് സമയത്ത് നമുക്ക് പച്ചപ്പുല്ല് പറിച്ചിടാം. അപ്പോൾ യാതൊരു രോഗം ഉണ്ടാകില്ല. സകല പോഷകങ്ങളും പുല്ലിനകത്തുണ്ട്. അപ്പം ചാണകപ്പൊടി, ആട്ടിൻ ചാണകം, എരുമച്ചാണകം, പശുവിൻ്റെ ഏത് വേണേലും ചേർക്കാം. എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കോഴിവളം, രാസവളം ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒന്നും ചേർക്കാതിരിക്കുകയാണെങ്കിൽ യാതൊരു രോഗവും ഇത് തൊട്ട് തീണ്ടത്തില്ല. കീടനാശിനി എൻ്റെ പറമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ വളം ഇട്ട് കഴിയുമ്പോഴേ നമ്മൾ ബോയിലർ കോഴി, നിസ്സാരം ബോയിലർ കോഴിയെ 6 മാസം കൊണ്ട് ആദ്യം പിടിച്ചുകൊണ്ടിരുന്നത്. അതിന് ഹോർമോണൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അതിനെ 3 മാസം കൊണ്ട് പിടിക്കാറാക്കി. അപ്പോൾ ആലോചിച്ച് നോക്കാം, ഇപ്പോൾ എന്തിന് 3 മാസം? 45 ദിവസത്തിന് പിടിക്കാമല്ലോ. അപ്പം 45 ദിവസത്തെ തീറ്റ കൂടെ ലാഭിക്കാൻ മേലേ. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഈ ഹോർമോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോശങ്ങൾ അങ്ങോട്ട് വികസിച്ചങ്ങ് വളരും. അപ്പോൾ അതിൻ്റെ കടുപ്പം പോയി, ബലമില്ല. ഈ കടുപ്പമില്ലാതെ വരുമ്പോൾ അത് ബോയിലർ കോഴിയെ കടിച്ചു പൊട്ടിച്ചൊക്കെ തിന്നാൻ പറ്റും, മറ്റേ നാടൻ കോഴിയെ പറ്റത്തില്ലല്ലോ. എന്നതുപോലെ നാച്ചുറലായിട്ട് ഇത് വളരുന്നതിൻ്റെ കോശങ്ങൾക്ക് ബലമുണ്ട്, കടുപ്പമുണ്ട്. ബാക്ടീരിയയ്ക്ക് എന്നെളുപ്പം ആക്രമിക്കാൻ പറ്റുകയില്ല. അപ്പോൾ രാസവളമോ ഇങ്ങനെയുള്ള മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും പ്രയോഗിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കോശങ്ങൾ സോഫ്റ്റാകും. കുളിച്ചിട്ട് കൈനഖം വെട്ടുന്ന പോലെ മയമാകും. അപ്പോൾ ബാക്ടീരിയകൾക്ക് എളുപ്പമുണ്ട് ഇതിനെ ആക്രമിക്കാൻ. അതുകൊണ്ടാണ് ഇതൊന്നും ഇടാതെ ഇങ്ങനെ നാച്ചുറലായിട്ട് വളർത്തണമെന്ന് പറയുന്നത്. ഇതുകൊണ്ട് ചക്ക കാഴ്ച കിടക്കുന്നത് കണ്ടോ? സാറ് പറയുന്നത് നമുക്ക് രോഗപ്രതിരോധ ശേഷി മരത്തിന് കൂടുമെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. കീടങ്ങളെ ഉണ്ടാകുന്നേ ഇല്ല. അതാണ് അതുപോലെ അറിവാണ്. കാരണം ഇത് മറ്റുള്ളവരും അത് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്, പലർക്കും അറിയാത്ത കാര്യമാണ്. അതെ. അതുപോലെ ഈ വിയറ്റ്നാം എയർലി ഇല ഇങ്ങനെ അകത്തോട്ട് ഇച്ചിരി വളയുന്ന സ്വഭാവമുണ്ട്. ഇതിനകത്തൊരു പതയുണ്ടാക്കിയിട്ട് ജീവി ഇങ്ങനെ ഇതിനെ ചുരുട്ടിക്കൂട്ടി വെക്കും. ഈ ചുരുട്ടിക്കൂട്ടി ആ പതയ്ക്കകത്ത് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തും. ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എന്ത് വേണ്ടി, ഇത് മണ്ടയ്ക്ക് സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ഇവിടുന്ന് ശിഖരങ്ങൾ പൊട്ടും. കണ്ടോ? ഈ ശിഖരങ്ങൾ പൊട്ടാൻ സഹായിക്കുകയാണ്. അത് ഇതിനെ ഈ ഇല തിന്നുന്നില്ല, ഇതിന് ഒരു ദോഷവും ചെയ്യുന്നില്ല. ഉടനെ മരുന്നന്വേഷിച്ച് പോയി മരുന്ന് പ്രയോഗിക്കരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. രോഗമല്ലത്. അതായത് നീറ് ഈ ഇല കൂട്ടി നീറ്റുംപൊതി ഉണ്ടാക്കി വെക്കുന്നു. ഈ ഇലയ്ക്ക് വല്ല ദോഷം ചെയ്യുന്നുണ്ടോ നീറ്? ഇതുപോലെയുള്ള മിത്രകീടങ്ങൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിതെല്ലാം ഉടനെ മരുന്ന് എന്നാ വേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് അത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനേക്കഴിഞ്ഞ് അതിജീവിച്ചുള്ള കീടങ്ങളുണ്ടാകും. അപ്പോൾ ഇത് ഒരു കീടങ്ങളും പ്രവേശിക്കാത്തൊരു സ്ഥലമാണ്. അത് പ്രത്യേക നമ്മുടെ വളപ്രയോഗ രീതിയിലാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും ഇത് പണ്ടുണ്ടായിരുന്നതാണ് കേട്ടോ, നമ്മുടെ പുതിയതൊന്നും അല്ല. നമ്മളത് ഇന്നും തുടരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചെറുതായിരിക്കുമ്പോൾ തന്നെ ചക്ക കിട്ടും. കണ്ടോ, നമുക്ക് നിലത്ത് നിന്ന് പറിക്കാൻ പറ്റും. ഇതിപ്പോൾ 2 വയസ്സായുള്ള പ്ലാവയിലെ ചക്കയാണ് കാണുന്നത്. ഇവുത്തേലുണ്ട്, നിൽക്കുന്ന പ്ലാവയിലുണ്ട്, ഇങ്ങോട്ടൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. 2 വയസ്സാകുമ്പോഴത്തേന് ചക്ക കിട്ടും. അപ്പോൾ ഇത്ര ഏരിയ മതി നമുക്ക് നടാൻ. പക്ഷേ ഇതിപ്പോൾ കൂട്ടിമുട്ടി 2 വർഷം കൊണ്ട് ഒരു 14 അടി 15 അടി അകലത്ത് നടുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാത്ത ആദായം കിട്ടും. ഒരു 10 കിലോ 15 കിലോ 20 കിലോ വരെ തൂക്കം കിട്ടും കമ്പോഡിയന്. ഇതുപോലെ നമ്മൾ പുല്ലും ചാണകവും കൊടുക്കണം കേട്ടോ. ആക്ഷന് തുല്യം റിയാക്ഷൻ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുകൂടി ഓർമ്മ വേണം. ഇതുണ്ടോ ചക്കയൊക്കെ നിലത്തൂടെ കിടക്കുന്നത് കണ്ടോ? നമ്മൾ കയറി പറിക്കുന്ന അധ്വാനം ഒന്നും വരുന്നില്ല. രണ്ട് വർഷം പ്രായമായപ്പോഴത്തേനും കായ്ച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കായ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചാണകവും പുല്ലും ഒക്കെ അങ്ങോട്ട് അപ്ലൈ ചെയ്യണം.
ആ കാര്യത്തിന് പിന്നെ പിശുക്കൊന്നും വിചാരിക്കേണ്ട. അതനുസരിച്ച് എന്നാൽ അവർ ഇങ്ങോട്ട് പിശുക്കില്ലാതെ തരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതനുസരിച്ച് തരും. നമ്മുടെ ശരിക്കുള്ള വളമെന്ന് പറയുമ്പോൾ ചാണകവും പുല്ല്, പച്ചപ്പുല്ല്. അതാണല്ലേ? അതെ അതെ. ഇത് കണ്ടോ ചക്ക കിടക്കുന്നത് കണ്ടോ? ഇതിൻ്റെ കമ്പിന് ബലമുണ്ട്, ഒടിയല്ല, വിയറ്റ്നാമിൻ്റെ പോലെ അല്ല. അതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തു നിന്നുള്ള ഒരു വെറൈറ്റിയാണ്. നമ്മൾ മുകളിൽ ഒരു ഓൾ സീസൺ ഞാൻ കാണിച്ചില്ലേ, മുകളിൽ ആ വെറൈറ്റിയാണ് ഈ നിൽക്കുന്നതെല്ലാം. ഇത് 3 കൊല്ലം ആകുമ്പോൾ കായ്ക്കും, എല്ലാ സമയത്തും ചക്കയാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇത് വെച്ചിരിക്കുക. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന 3 വർഷം കൊണ്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ്. തേൻ മരിക്കുകയാണ്. ഇത് തന്നെ കംബോഡിയയിൽ ഇങ്ങോട്ടുണ്ടായത് നമുക്ക് കാണാവേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വളം. ഈ പുല്ല് കണ്ടോ, ഈ പച്ചപ്പെന്ന് പറയുന്നതാണ് നമ്മുടെ മണ്ണിൻ്റെ ഐശ്വര്യം. ഈ പച്ചപ്പ് ഇത് നമ്മൾ വെട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേറെ ഒരു വളവും വേണ്ട. അതുകൊണ്ട് കളനാശിനി അടിച്ച പെറുക്കി ഒന്നും നമ്മുടെ മണ്ണിലെ കളകളെ നശിപ്പിക്കരുത്, പുല്ല് കത്തിച്ച് കളയരുത്. നിലവിൽ നമ്മുടെ ഫാമിൽ ഇങ്ങനെ ഒരു തരത്തിലുള്ള അസുഖങ്ങളൊന്നും നമുക്ക് ഒരു അസുഖവും ഇല്ല. അത് കാരണം ഈ പുല്ലിടുന്നതുകൊണ്ടാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ്. ഇതേ ചക്ക കായ്ച്ച് കിടക്കുന്നു. നമുക്ക് ഇതിലേ അങ്ങ് മാറി അല്ല ഇതിലേ മാറാമെന്ന് തോന്നുന്നു. സാർ നമുക്ക് ഈ പുല്ലിടുന്നതുകൊണ്ടേ നമുക്ക് സാറ് പറഞ്ഞല്ലേ അസുഖങ്ങൾ വരാതിരിക്കുന്നു. സപ്പോസ് നമുക്ക് അങ്ങനെ ഒരു വരികയാണെങ്കിൽ തന്നെ എന്തെങ്കിലും എന്താണ് അതിൻ്റെ ഒരു പ്രതിവിധി ഉള്ളത്? യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും വന്നാൽ അതിനെ അതിജീവിക്കാൻ ഇതിന് ശക്തിയുണ്ട്. ചീക്കേട് ബാധിച്ചെന്ന് കൂട്ടിക്കോ, അതിനെ അതിജീവിച്ച് അവിടെ നിന്ന് വീണ്ടും വളരും. അതാണ് ഈ പുല്ലിട്ട് കഴിഞ്ഞാലുള്ള ഗുണം. യാതൊരു രോഗവും ഉണ്ടാകില്ല. ഒക്ടോബറിലെ ചക്ക കിട്ടുന്നത് പിറ്റേ വർഷം ഒക്ടോബറിൽ ഇങ്ങനെ 5 മാസം തന്നെ ചക്ക കിട്ടും. അപ്പോൾ ഈ ഒക്ടോബർ മുതൽ 5 മാസം കഴിഞ്ഞാൽ ആ പ്ലാവെ പിന്നെ ചക്ക കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ഡിസംബറിൽ ചക്ക കിട്ടും. ഡിസംബറിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതും ഒരു 5 മാസം ചക്ക കിട്ടും. ഡിസംബറിൻ്റെ 23, 32, 33 ഇങ്ങനെ 3 വെറൈറ്റി പ്ലാവുകളുണ്ട്. തേൻ മരിക്കാണ് ഇതൊക്കെ. ചക്കയും വലുതാകും, പ്ലാവും വലുതാണ്, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ തടിയും വളരും. നമുക്ക് ഭാവിയിൽ തടിക്കും ഉപകാരമുണ്ട്, ചക്കയ്ക്കും ഉപകാരമുണ്ട്. അപ്പോൾ 2 വെറൈറ്റിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സിന്ദൂരമുണ്ട്, ചുമന്ന ചുളയുള്ളത്. അത് 4 വർഷമാകുമ്പോൾ കായ്ക്കും. വർഷത്തിൽ 2 തവണ കായ്ക്കും. പിന്നെ 12 മാസം ചക്ക കിട്ടുന്ന ഓൾ സീസണുണ്ട്. അത് 3 കൊല്ലമാകുമ്പോൾ കായ്ക്കും. തേൻ മരിക്കുകയാണ്. അത് 20 അടി അകലത്ത് നടണം. ഈ ഒക്ടോബറിൽ നടന്നതും ഡിസംബറിൽ നടന്നതും സിന്ദൂരവും ഓൾ സീസണും എല്ലാം 20 അടിയോ 25 അടിയോ അകലം നടന്നത് ഏറ്റവും നന്നായിരിക്കും. 25 അടിയാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം വെച്ചാൽ ഈ എണ്ണം കുറഞ്ഞാൽ ഭാവിയിൽ അത് വളരുകയും ചക്ക എമ്പടി കൂടുതൽ കായ്ക്കുകയും ചക്ക വലുതാകുകയും ചെയ്യാൻ സഹായിക്കും. 25 അടി അകലത്തിൽ നടണം. അതിൽ വിയറ്റ്നാം എയർലി 10 അടി അകലം മതി. പൈപ്പിൻ്റെ അകലം മതി 10 അടി. കാരണം അത് ധാരാളം കായ്ക്കുന്നതുകൊണ്ട് കണ്ടമാനം വളരുകയില്ല. വിയറ്റ്നാം എയർലി 10 അടി. കംബോഡിയൻ ആ താഴെ കാണുന്നത് 15 അടി അകലം വേണം. കാരണം അത് ചക്കയും വലുതാകും, പ്ലാവും വലുതാകും. അതൊരു 15 കിലോ 20 കിലോ വരെ ചക്കയ്ക്ക് തൂക്കം വരുമോ 5 കൊല്ലം 6 കൊല്ലം ആകുമ്പോൾ. അതുകൊണ്ട് അത് 15 അടി അകലും വിയറ്റ്നാം 10 അടി അകലവും നടണം. ബാക്കിയുള്ളതൊക്കെ 20 അടിയോ 25 അടിയെങ്കിലും കൊടുക്കാൻ അത്രയും നല്ലതാണ്. ബാക്കി വെറൈറ്റികൾ 114 തേമരിക്കയുണ്ട്, 115 ഉണ്ട്, പിന്നെ 33 ഞാൻ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. 33, 32, 33, 23 ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം തേമരിക്കകളാണ്, വലിയ പ്ലാവുകളാകുന്നതാണ്. ചക്കയും വലുതാണ്, തേമരിക്കയാണ്, നല്ല ടേസ്റ്റാണ്. അത് പഴുപ്പിക്കാനും പുഴുങ്ങാനും വറക്കാനും എന്ത് ഉപയോഗത്തിനും കൊള്ളാം. നമുക്ക് മാതൃവൃക്ഷം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ വെറൈറ്റികൾ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ സാർ? അതാണ് അതിന് വിഷയമില്ല. അതാണ് അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോൾ നമുക്കിവിടെ മാതൃവൃക്ഷങ്ങൾ കാണാമല്ലോ. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും മേടിക്കാമല്ലോ അല്ലേ? അതാണ്. ഇതാണ് പ്ലാവിന് ചക്ക കായ്ക്കാറാകുമ്പോൾ വേര് പൊങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതുകൊണ്ടോ എല്ലാ വശത്തേക്കും വേരുകളിങ്ങ് വരും. നമ്മളൊരു പില്ലർ പണിയുമ്പോൾ അതിന് പാദത്തിന് കമ്പി ഇട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഈ വട്ടത്തിൽ ഇതുകൊണ്ടോ വട്ടത്ത് നോക്കണം, എല്ലാ വശത്തേക്കും വേര് ഒരുപോലെ പോകും. അതുകൊണ്ടാണ് പ്ലാവ് നമ്മൾ അങ്ങനെ ഉയർത്തി നട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പെടൽ കയലാത്ത ചക്ക കായ്ക്കാറാകുമ്പോൾ തന്നെ ഈ സെറ്റപ്പ് ഉണ്ടാകും. ഈ സൈഡിലോട്ട് പിടിക്കണേ, ഈ സൈഡിലോട്ട് പിടിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ചുറ്റിലും ഒരുപോലെ വേരുകൾ വളരും. ഇതിനാണ് വേട് തിരിക എന്ന് പറയുന്നത്. കണ്ടോ?
4 സൈഡിലും വേരുകൾ ഇങ്ങനെ തന്നെ പൊങ്ങി വരും അല്ലേ? അത് മുകളിൽ ചക്ക കായ്ച്ചു കഴിയുമ്പോൾ ചക്കയുടെ ഭാരം കൊണ്ട് കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രകൃതി ചെയ്യുന്ന ഒരു സെറ്റപ്പാണിത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നട്ട രീതിയിൽ നടുകയാണെങ്കിൽ കൂടുതൽ ഇതുപോലെ ഉണ്ടായി കിട്ടും അല്ലേ? അപ്പൊ ഒരു കാരണവശാലും പെടുന്നൊന്നും പേടിക്കേണ്ട, അങ്ങനെയാണ് നടേണ്ടത്. അപ്പം വെള്ളം നിന്നിട്ട് വേര് ചീഞ്ഞ് പ്ലാവ് പോകത്തില്ല, കാറ്റ് വന്നാലും മറിഞ്ഞ് വീഴത്തുമില്ല. അതാണ് ഇത് വടക്കോട്ട് തിരിച്ച് ചുമ്മാതെ അങ്ങ് വയ്ക്കണം, എന്നിട്ട് ചൂട് കീറി കളയണം. എന്നിട്ട് ചാണകപ്പൊടി ഇങ്ങനെ ഇടണം, ഇത്രയും മുട്ടിച്ച് ഇങ്ങനെ ഇടണം. എന്നുവെച്ചിട്ട് മണ്ണിട്ട് മൂടണം. എന്നുവെച്ചിട്ട് പുല്ല് പറിച്ചിടണം. പുല്ല് പറിച്ചിടുമ്പോൾ ഇത്രയും ക്യാപ്പ് ഇട്ടിട്ട് അതിന് പുറമെയാണ് പുല്ല് ഇടേണ്ടത്. ഇനി പടത്തുന്ന രീതി കൂടെ ഒന്ന് കാണിച്ചു തരാം. എവിടെ വരെ വരാമോ അവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഞുള്ളി ഇത് മുകളിലോട്ട് പൊങ്ങിയതാ. ഇനിയിപ്പോൾ ചെയ്യുന്ന പണി എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് പടത്തും. പൊടി, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കോഴിവളം, രാസവളം, കീടനാശിനി എൻ്റെ പറമ്പ് കണ്ടിട്ടില്ല. 17 കൊല്ലമായി ഈ രീതി ചെയ്യാൻ തുടങ്ങിയിട്ട്. ജാക്ക് ഫ്രൂട്ട് പാരഡൈസിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിലുള്ള പ്ലാവ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് തരാനുണ്ട്. തീർച്ചയായും നമ്മുടെ വീഡിയോ വേണ്ടി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ 2-3 എപ്പിസോഡുകൾ ചെയ്യുന്നതാണ് പ്ലാവിനെ കുറിച്ച്. ഇതുവരേക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. Thank you so much.